മോളിവുഡിന്റെ നെക്സ്റ്റ് ഫേസ് റൂൾ ചെയ്യാൻ പോകുന്ന ജെൻസി തലമുറയിൽപ്പെട്ട ആക്ടേഴ്സ്. ഇതിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ് ആക്ടറും പാൻ ഇന്ത്യൻ ലെവലിലേക്ക് നമ്മുടെ ഈ ഒരു മലയാള ഇൻഡസ്ട്രിയെ ഫ്യൂച്ചറിൽ കൊണ്ടുപോകാൻ പോകുന്ന രണ്ട് ആക്ടേഴ്സിനെ നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കാൻ പോവാണ്. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയാണ്, ഈ വീഡിയോയിൽ ഞാൻ ഈ ആക്ടേഴ്സിനെ കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം, അത് നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയുക. ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ എല്ലാ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ആകെ 4 പേരെയാണ് ഞാൻ ഇതിനകത്തേക്ക് പിക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അവരുടെ സ്റ്റാർ വാല്യൂവും അവരുടെ പെർഫോമൻസും വെച്ചുകൊണ്ടാണ് ഞാൻ ഈ 4 പേരെ പിക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് നസ്ലിനാണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് സന്ദീപ് പ്രദീപാണ്, 3 എന്ന് പറയുന്നത് മമിത ബൈജു, അനുശ്വര രാജൻ. അപ്പൊ ഇവർ 4 പേരുമാണ് ഇതിനകത്ത് മത്സരിക്കുന്നത്. ഈ ഒരു വീഡിയോ 2 സെക്ഷൻ ആയിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സെക്ഷനിൽ അനുശ്വര രാജൻ പ്ലസ് മമിത ബൈജു, ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്തുകൊണ്ട് ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇവരുടെ സ്റ്റാർ വാല്യൂ എന്താണെന്നുള്ളത് എൻ്റെ ഒരു POVയിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ സെക്ഷനിൽ നസ്ലിനും സന്ദീപും, അവർ രണ്ടുപേരെയും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് അവരുടെ ആ ഒരു ആക്ടിങ്ങും ആ ഒരു സ്റ്റാർ വാല്യൂവും വെച്ചിട്ട് ആരാണ് ബെറ്റർ എന്നുള്ളതും ഈ രണ്ടും കൂടെ നോക്കിയിട്ട് നമുക്കൊരു ഫൈനലൈസ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു സ്പെഷ്യൽ മെൻഷനും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരിൽ ആരാണ് നമ്മുടെ ഫ്യൂച്ചർ മലയാളം സിനിമ റൂൾ ചെയ്യാൻ പോകുന്ന രണ്ടുപേരെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ കാര്യത്തിലേക്ക് കടക്കാം. മമിത ബൈജു വേഴ്സസ് അനുശ്വര രാജൻ. അപ്പോൾ ഇവർ രണ്ടുപേരെയും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മമിത എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസും അനുശ്വര എന്ന് പറയുന്ന ആക്ട്രസും, ഈ രണ്ടുപേരും മോളിവുഡിലെ യങ്സ്റ്റേഴ്സിൻ്റെ നിരയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 2 ആക്ടേഴ്സാണ്. ഇവർ രണ്ടുപേരും ഒരുപോലെ തന്നെ സിനിമയിലൂടെ വന്നതാണെങ്കിൽ പോലും അവരുടെ രണ്ടുപേരും തിരഞ്ഞെടുത്ത വഴികൾ 2 രീതിയിലായിട്ടാണ് പോയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും തന്നെ പല ഇൻഡസ്ട്രികളിലും ഇപ്പോൾ അരങ്ങേറ്റം. ഇപ്പോൾ അനുശ്വര രാജൻ്റെ ചാമ്പ്യൻ എന്ന് പറഞ്ഞൊരു ഫിലിമിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നു. നല്ല പ്രോമിസിങ് ആയിട്ടുള്ള ട്രെയിലറാണ്. കുറച്ചും കൂടി നമ്മൾ ഇൻഡസ്ട്രി വിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അനുശ്വര ഈ ഒരു ചാമ്പ്യൻ എന്ന് പറഞ്ഞ ഈ ഫിലിമിൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിരുന്നു സത്യത്തിൽ ഞാൻ ഇത് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം വന്നത് ഇപ്പോൾ അനുശ്വരയും കൂടി ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. മമിത ഓൾറെഡി തന്നെ വിജയിലൂടെയും സൂര്യയിലൂടെയും തമിഴിലും ഒക്കെ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്തതും അനൗൺസ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് സിനിമയിൽ ഇപ്പോൾ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് അനുശ്വരയേക്കാൾ സ്റ്റാർ വാല്യൂ എന്തായാലും മമിത ബൈജുവിനാണ് കൂടുതൽ. ഇവരുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രേമലു ആയാലും തമിഴിൽ കണ്ട ഡ്യൂഡ് ആയാലും ഈ സിനിമകളും ഇതിലെ വേഷങ്ങളും വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി സ്റ്റാർ വാല്യൂ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ആക്ട്രസിൻ്റെ പെർഫോമൻസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പൊട്ടൻഷ്യൽ ഉള്ളൊരു ക്യാരക്ടർ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന എന്ന് പറയുന്ന സിനിമ അല്ലാതെ മമിത എന്ന ആക്ടറിൻ്റെ ആ ഒരു ആക്ടിങ് പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇല്ല. കാരണം അല്ലാത്ത എല്ലാ സിനിമകളിലും ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന ഡ്യൂഡ് പോലും അതിനകത്തുള്ള ആ ഒരു ക്യാരക്ടറിന് ഒരു ഫണ്ണി പ്ലസ് ഇമോഷൻ ബ്ലെൻഡായിട്ട് വേണ്ട ഒരു ക്യാരക്ടർ. പക്ഷേ അതിൽ മമിത കാണിക്കുന്ന ആ ഒരു ഇമോഷൻ ഒന്നും പേഴ്സണലി എനിക്ക് അത്രത്തോളം ഇമോഷണലി കണക്റ്റായ ഒരു സാധനമല്ല. അതൊരു പക്ഷേ ആ സിനിമയുടെ എഴുത്ത് ആ രീതിയിലായതുകൊണ്ടായിരിക്കാം, മമിത പെർഫോം ചെയ്തത് ആ രീതിയിലായതുകൊണ്ടാവില്ല. മമിത ചെയ്തിരിക്കുന്ന ഈ സിനിമകളെല്ലാം ഒരു സേഫ് സോണിൽ പെട്ട ഒരു സിനിമയാണ്. ആക്ടർ പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ കാണാൻ പറ്റിയ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ മമിത ഇതുവരെ ഉള്ളതിൽ അധികം ചൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മമിതയുടെ അത്തരത്തിലുള്ള ഒരു ബിഗ് പെർഫോമൻസ് കാണാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. മമിതയുടെ ആ ഒരു പെർഫോമൻസ് ഫുള്ളായിട്ട് നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ ഇനി വരുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. ഞാനീ പറഞ്ഞത് മമിതയ്ക്ക് ആക്ടിങ് അറിയില്ല എന്നുള്ളതല്ല. മമിതയും അനുശ്വരയും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മമിത അനുശ്വരയുടെ ആക്ടിങ് ലെവലിനേക്കാൾ കുറച്ച് താഴെയാണ്. അതെന്തുകൊണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ അനുശ്വരയെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അനുശ്വര രാജൻ എന്ന് പറഞ്ഞ ആ ഒരു ആക്ട്രസിൻ്റെ ആ ഒരു ഫിലിം ലൈനപ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സൂപ്പർ ശരണ്യ എന്ന് പറഞ്ഞ ആ ഒരു ഫിലിമിനകത്ത് മമിതയും ഉണ്ട് അനുശ്വരയും ഉണ്ട്. അതിനകത്ത് ആ പെർഫോമൻസ് ഓൾറൗണ്ടർ എടുക്കുന്ന സമയത്ത് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൽ മമിത ചെയ്ത ആ ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് അത്രയും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത്, ഒന്ന് പെർഫോം ചെയ്തതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്, ഒപ്പം ആ ക്യാരക്ടറിനെ എഴുതിയിരിക്കുന്ന ഇതുമുണ്ട്. കാരണം ആ സിനിമയ്ക്കകത്ത് അനുശ്വരയാണ് മെയിനിൽ നിൽക്കുന്നതെങ്കിൽ പോലും അതിനകത്ത് എഴുതിയിരിക്കുന്ന ക്യാരക്ടറിൽ കുറേ കൂടി ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ക്യാരക്ടറിനെ റൈറ്റ് ചെയ്തിരിക്കുന്നത് മമിതയുടെ ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ മമിതയുടെ ക്യാരക്ടറെ ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക. അത് നല്ലതുപോലെ ചെയ്തതും കൂടെ കൊണ്ടാണ് നമുക്കത് അത്രയും കണക്റ്റായി വന്നത്. ആ ഒരു സിനിമയിൽ അനുശ്വര മമിതയ്ക്ക് താഴെയായിട്ട് ഫീൽ ചെയ്തെങ്കിലും
പിന്നെ വന്നിട്ടുള്ള ലൈനപ്പുകൾ, സിനിമയിലെ ലൈനപ്പുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മമിത, അനശ്വര എന്ന് പറയുന്ന ഒരു ആക്ട്രസിന്റെ ആക്ടിംഗ് പെർഫോമൻസിന്റെ ബേസിൽ കുറച്ച് താഴെയാണെന്ന് പറഞ്ഞതിന്റെ മെയിൻ റീസൺ അനശ്വര രാജന്റെ രേഖാചിത്രം എന്ന് പറയുന്ന ഒരു ഒറ്റ സിനിമ എടുത്ത് മുമ്പിൽ വെച്ചിട്ട് മമിത ബൈജു ചെയ്തിട്ടുള്ള മറ്റ് ക്യാരക്ടേഴ്സുകളും കൂടെ എടുത്ത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ആ ഒരൊറ്റ കമ്പാരിസണിൽ ആരാണ് ബെസ്റ്റ് ആക്ടർ എന്നുള്ളതിന് ഒരു ഐഡിയ കിട്ടും. കാലിബർ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആക്ട്രസ് അനശ്വര രാജനാണ്. ആ രേഖാചിത്രം എന്ന് പറഞ്ഞ ഫിലിമിനകത്ത് പല തരത്തിലുള്ള ഇമോഷനിലൂടെ കടന്നു പോയി ആ ഒരു ക്യാരക്ടറിനെ അത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനശ്വരയ്ക്ക് കഴിഞ്ഞു. വേറൊരു ചിത്രമുണ്ട്, ലാലേട്ടൻ്റെ നേര് എന്ന് പറയുന്ന ജിത്തു ജോസഫിൻ്റെ ഒരു ഫിലിം. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഡിസബിലിറ്റിയെ നമുക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 സിനിമകൾ മാത്രം ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ വെച്ച് നമ്മൾ അനശ്വര രാജൻ എന്ന് പറഞ്ഞ ആക്ട്രസിൻ്റെ ആ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 സിനിമ തന്നെ ധാരാളമാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കയറാം. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ കൊച്ചു സിനിമയിൽ നിന്ന് വന്നിട്ടുള്ള ആക്ടറാണ് നമ്മളെ നസ്ലിൻ. അപ്പോൾ നസ്ലിനും സന്ദീപും കൂടെ ഒന്ന് ഏറ്റുമുട്ടി കഴിഞ്ഞാൽ സ്റ്റാർ വാല്യൂവിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ മമിതയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർ വാല്യൂവിൻ്റെ കാര്യത്തിൽ നസ്ലിൻ എന്ന് പറയുന്ന ആക്ടറിനെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സ്റ്റേജിൽ നമ്മളെ DQവിൻ്റെ കൂടെ തന്നെ വെക്കാം. കാരണം DQവിനൊക്കെ എത്രത്തോളം ആ ഒരു ക്രൗഡ് പുള്ളിങ് പവർ ഉണ്ട്, അതുപോലെ ക്രൗഡ് പുള്ളിങ് പവറുള്ള ഒരു ആക്ടറാണ് നസ്ലിൻ എന്ന് പറയുന്നത്. അതിന് റീസൺ ഒന്ന് ആ ഒരു പ്രേമലു എന്ന് പറയുന്ന ഫിലിമിൻ്റെ ആ ഒരു സക്സസ്, ആ ഒരു കാര്യം തന്നെയാണ് നേരത്തെ നമുക്ക് മമിത ബൈജുവിലും അഫക്റ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് കുറെ കൂടി ഇൻക്രീസ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്തത് ആ ഒരു പ്രേമലു എന്ന് പറഞ്ഞ ഫിലിം തന്നെയാണ്. നസ്ലിൻ എന്ന് പറയുന്ന ഈ ഒരു ആക്ടർ നമ്മുടെ മോളിവുഡിലെ യങ്സ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടർ ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ പറ്റുന്നത് നസ്ലിൻ തന്നെയാണ്. പക്ഷേ നസ്ലിൻ്റെ ആക്ടിങ് കരിയറിനെ നമ്മൾ നോക്കുന്ന സമയത്ത് നസ്ലിൻ ചൂസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ആയാൽ പോലും എക്സാക്റ്റ് സെയിം ആണ് മമിത ബൈജു ആയിട്ട്. കുരുതി എന്ന് പറയുന്ന സിനിമയ്ക്കകത്താണ് നസ്ലിൻ്റെ ഇത്തരത്തിലുള്ള കുറച്ചും കൂടി തൻ്റെ ഒരു വേരിയേഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റിയത്. അതർവൈസ് ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും മമിത ചെയ്തതുപോലെ തന്നെ ഒരു സ്റ്റാറിൻ്റെ വാല്യൂ കൂട്ടുന്ന രീതിയിൽ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് നസ്ലിൻ ചൂസ് ചെയ്യുന്നത്. നസ്ലിൻ്റെ ഒരു പെർഫോമൻസ് വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന കുരുതി എന്ന് പറയുന്ന സിനിമയ്ക്കകത്താണ് ഒരു വ്യത്യാസമുള്ള ഫീൽ ഒരു ക്യാരക്ടർ നമുക്ക് കണ്ടത്. ഈ കുരുതി പോലെ തന്നെ കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ഔട്ട് ചെയ്തുള്ളൊരു ക്യാരക്ടറായിരുന്നു അയാം കാതൽ എന്ന് പറയുന്ന ഒരു സിനിമ. അതൊരു കൊച്ചു സിനിമയാണ്, പക്ഷേ അതും അത്രത്തോളം ഒന്നും വലുതായിട്ട് ചർച്ചയായ സിനിമയൊന്നും അല്ല. പക്ഷേ ആ സിനിമയ്ക്കകത്തും നസ്ലിൻ കുറച്ചും കൂടിയൊക്കെ തന്നെ ഒന്ന് പോളിഷ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതായത് നന്നായിട്ട് ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ നസ്ലിന് അതിനകത്ത് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന കുരുതിയായാലും ഈ കാതൽ എന്ന് പറഞ്ഞ ഫിലിമായാലും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ഒരു ഫൺ എലമെൻറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് നസ്ലിൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തെല്ലാം നസ്ലിൻ്റെ ആ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. സ്ലാങ് ഉൾപ്പെടെ ഏകദേശമൊക്കെ സിമിലാരിറ്റി ഉള്ളതാണ്, അതായത് സെയിം ആണ്. ഒരു പുതിയ ക്യാരക്ടറിനെ നമുക്ക് കാണുക എന്ന് പറഞ്ഞാൽ നസ്ലിൻ്റെ കേസിൽ ഇപ്പോൾ ഇത്രയും ഫിലിംസ് ആയതിനു ശേഷം നമുക്ക് ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല. ആ ഒരു സ്ലാങ് ഉൾപ്പെടെ ഡിഫറെൻ്റായിട്ട് ട്രൈ ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇതുവരെ നസ്ലിൻ്റെ വകയായിട്ട് കിട്ടിയിട്ടില്ല. നസ്ലിനെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സന്ദീപിനേക്കാൾ ടോപ്പാണെന്ന് പറയാനുള്ള ഒരു അവസരം ഇല്ല. സന്ദീപ് പ്രദീപിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ അനശ്വരയുടെ കാര്യം പറഞ്ഞതുപോലെ 2 സിനിമ മാത്രം എടുത്ത് മുമ്പിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇക്കോ മാത്രം എടുത്ത് വെച്ചാൽ മതി. ഈ 2 സിനിമയിലെയും സന്ദീപിൻ്റെ പെർഫോമൻസും ഈ 2 ക്യാരക്ടേഴ്സിൻ്റെയും വേരിയേഷൻസും കൂടെ വെച്ച് നോക്കുക. അതല്ലെങ്കിൽ പടക്കളത്തിലെ ഒരേ സമയം 2 ടൈപ്പ് ക്യാരക്ടേഴ്സിനെ ഒരു സിനിമയ്ക്കകത്ത് ചെയ്ത് പ്രൂവ് ചെയ്ത ഒരാൾ, അതിന് മുമ്പിറങ്ങിയ സിനിമകൾ ഫാലിമി ആയാലും അത്തരത്തിലുള്ള സിനിമ ആലപ്പുഴ ജിംഖാനയായാലും ഈ സിനിമകളൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം ആ സിനിമകളിൻ്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ല. നമുക്ക് ഓൺലി ഈ ഇക്കോ ആയാലും റീസെൻ്റ്ലി വന്നിട്ടുള്ള ഈ 2 സിനിമകൾ മാത്രം വെച്ച് നോക്കിയാൽ മതി. പടക്കളവും ഇക്കോയും മാത്രം വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി നസ്ലിനുമായിട്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിലും ക്യാരക്ടേഴ്സിനെ വെർസറ്റൈലായിട്ട് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അനശ്വരയെ പോലെ തന്നെ അല്ലെങ്കിൽ അനശ്വരയേക്കാൾ കുറച്ചും കൂടി ബെറ്ററാണ് സന്ദീപ് കറണ്ട് സിറ്റുവേഷനിൽ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സന്ദീപിനെ വെട്ടാൻ നസ്ലിന് പറ്റില്ല എന്നുള്ളത് ഇതുവരെയുള്ള സിറ്റുവേഷനിൽ നമുക്കറിയാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ ഞാൻ പറഞ്ഞുതരാം. നസ്ലിനും മമിത ബൈജുവും എ ടീമിൽ പെടും. ആ ഒരു എ ടീം എന്ന് പറയുന്നത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് തൻ്റെ സേഫ് സോൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടിന്യൂ ചെയ്യുക, ഒരു സ്റ്റാർ ആയിട്ട് മാറുക, അതായത് ഒരു ബ്രാൻഡ് ഏറ്റവും ടോപ്പിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതിൻ്റെ വർക്കാണ് ഇവർ 2 പേരും ചെയ്യുന്നത്. സന്ദീപ് പ്രദീപും അനശ്വര രാജനും കൂടി ബി ടീമിലും പെടും. ഈ ബി ടീം എന്ന് പറഞ്ഞാൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അവരുടെ സ്റ്റാർ വാല്യൂ ഒരു സൈഡിൽ കൂടെ വരുന്നുണ്ടെങ്കിൽ പോലും അവർ കൂടുതൽ നോക്കുന്നത് തന്നിലെ പെർഫോമറെ എത്രത്തോളം പുറത്ത് കൊണ്ടുവരാൻ പറ്റും,
ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകൾ എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ബി ടീമായിട്ടുള്ള അവർ ഇതുവരെയുള്ള സിനിമകൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലായത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ഫൈനലായിട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, മോളിവുഡിൻ്റെ അടുത്ത ഫേസിനെ റൂൾ ചെയ്യാൻ പോകുന്ന മോഹൻലാൽ എന്ന് പറയുന്നത് നസ്ലിനും മമിത ബൈജുവും കൂടെ ചേർന്നിട്ടുള്ള ഈ പറയുന്ന എ ടീമാണ്. ബി ടീമായിട്ടുള്ള രണ്ടുപേരും കൂടി ചേർന്നിട്ട് റൂൾ ചെയ്യാൻ പോകുന്നത് മോളിവുഡിന്റെ മമ്മൂട്ടി ആയിട്ടാണ്. അതായത് ആക്ടേഴ്സിന്റെ പവർ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ കാണിച്ചു തരാൻ പോകുന്നവർ ഈ ബി ടീമിലുള്ള അനുഷ്ക രാജനും സന്ദീപ് പ്രദീപും ആയിരിക്കും മോളിവുഡിന്റെ അടുത്ത ഫേസിൽ വരാൻ പോകുന്നത്. ഈ എ ടീമും ബി ടീമും കൂടി ആയിരിക്കും നമ്മുടെ മോളിവുഡിന്റെ അടുത്ത ഫേസിനെ റൂൾ ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യൽ മെൻഷനും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ആദ്യം തന്നെ മാത്യു എന്ന് പറഞ്ഞ ആക്ടർ ഒരു പക്ഷേ നസ്ലിന് മുമ്പേ കയറി വരാൻ വേണ്ടി നിന്നൊരു ആക്ടറായിരുന്നു. പക്ഷെ കുറച്ച് സിനിമകൾ ഇങ്ങനെ ചെയ്ത് വന്ന സമയത്ത് ആളുടെ ആ ഒരു ലൈനപ്പും ഒക്കെ നോക്കുന്ന സമയത്ത് ചൂസ് ചെയ്യുന്ന സിനിമകളിൽ കുറച്ച് ഇത് വന്നു, പാളിച്ചകൾ വന്ന സമയത്താണ് ആൾ പതിയെ ഒന്ന് താഴോട്ട് പോയത്. പക്ഷേ ലിയോയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറൊക്കെ അടിപൊളിയായിട്ട് തന്നെ മാത്യു ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ മാത്യു എന്ന ആക്ടർ ഇനിയും ഇവർക്ക് രണ്ടുപേർക്കും മേളിൽ കയറി വരാനുള്ള ടാലൻ്റ് ഉള്ള ആക്ടറും കൂടിയാണ്. പിന്നെ വേറൊരാളുണ്ട്, സംഗീത് എഡിറ്റർ ആയിട്ടൊക്കെ ഉള്ള നമ്മുടെ ഹൃദയപൂർവ്വത്തിൽ ലാലേട്ടൻ്റെ ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ആക്ടറിന് അത്രത്തോളം സ്റ്റാർ വാല്യൂ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ പെർഫോമൻസിന് നല്ല കഴിവുള്ള ഒരാളാണ്. അതിപ്പോൾ എഡിറ്റിങ്ങിലായാലും താൻ സെലക്ട് ചെയ്യുന്ന സിനിമകളായാലും നല്ല പണി അറിയാമെന്നുള്ളൊരു ആളും കൂടിയാണ്. ആശാൻ ഒരു എഡിറ്ററും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഡയറക്ടർ ആവാനും കൂടെ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. ഈ രണ്ടുപേരെയും കൂടെ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ആക്ടേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അവരെയൊന്നും ഇതിലെടുത്തിടാൻ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ രണ്ടുപേരും മാത്യുവും സംഗീതും ഈ രണ്ടുപേരും കൂടി ഇതിനകത്ത് വരേണ്ടവരായിരുന്നു. പക്ഷേ അവരുടെ സിനിമകളും ഒക്കെ കുറവാണ്. അപ്പോൾ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ എ ടീമും ബി ടീമിൽ പെടുന്ന അവർ രണ്ടുപേരും കൂടി ആയിരിക്കാം എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഫ്യൂച്ചർ മോളിവുഡിൻ്റെ മറ്റൊരു ഫേസ് അലങ്കരിക്കാൻ പോകുന്നവർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് സെയിം ആണോ ഒപ്പീനിയൻ, ഡിഫറെൻ്റ് ആണോ ഒപ്പീനിയൻ, നിങ്ങൾക്ക് എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സ്ഥലം കമൻറ്റ് ബോക്സ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് നെപ്പോ കിഡ്സിനെ വെച്ച് ഇതുപോലെ സെയിം ഫോർമാറ്റിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നെപ്പോ കിഡ്സ് അല്ലാത്ത ആക്ടേഴ്സിനെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഓൺലി നെപ്പോ കിഡ്സ് ആണ്. ഇത് ആ ഒരു കാറ്റഗറി പെടുന്ന ഒരു വീഡിയോ ആണ് ഇതും. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ നമ്മുടെ മോളിവുഡിൻ്റെ നെപ്പോ കിഡ്സ് അല്ലാതെ വന്ന ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവന്മാരുടെ ആ ഒരു വീഡിയോ ഒരു പാർട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ഞെക്കിയേക്കുക, ഒപ്പം ഹൈപ്പും കൂടി ഒന്ന് ചെയ്തേക്കുക. കാണമെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ ഈ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ എന്തായാലും റീസെൻറ്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.